ഹായ് ഹലോ. എൻ്റെ പേര് നീലി. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കുറച്ച് പേരൊക്കെ എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അതിലിടാറുണ്ട്. ഇടയ്ക്ക് ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും ഇട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് വളരെ കുറച്ച്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് പറയാൻ തുടങ്ങി ഒരു വീഡിയോ ആയിട്ട് വല്ലതും ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്നൊരു വീക്കെൻഡാണ്. ഞങ്ങളുടെ സൺഡേ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ ചെറുതായിട്ട്, എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റുന്നത്രയും ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, സോ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണകളൊന്നുമില്ല. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. തെറ്റുകളൊക്കെ ഉണ്ടാവാം. പിന്നെ എങ്ങനെ ഇന്നെനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. മെയിനായിട്ടുള്ളത് ബാക്ക് യാർഡ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കുറച്ചധികം വീക്കായി, ഇപ്പോൾ ഒന്ന് അവിടെ ഒന്ന് ലോണൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, അപ്പോൾ ആ പരിപാടിയുണ്ട്, അത് കാണിക്കാം. പിന്നെ വീക്കെൻഡാണ് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ്, അതുണ്ട്. അപ്പോൾ എനിക്കറിയില്ല അത് എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന്. പറ്റുമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. പിന്നെ ഗോ വിത്ത് ഫ്ലോ ആണ്, എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോഫി ചായ അങ്ങനത്തെ ഒരു പതിവുമില്ല. ഞാനൊരു വാം വാട്ടർ കുടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ചിയ സീഡ്സ് ഒക്കെ ഇടും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കമോൺ. ഇതൊരു വലിയ മെത്തേഡൊന്നും അല്ല കേട്ടോ. ഇത് എൻ്റെ സ്വന്തം ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കും. പിന്നെ ഒരു കയ്പ്പ് മാറാനായിട്ട് ഹണി ഒഴിക്കും. അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച്, അതിന് ഓവർ സ്വീറ്റ് ഒന്നും രാവിലെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ്. അപ്പോൾ റെഡിയാണ്. ഓക്കെ, അപ്പം നമുക്ക് നന്നായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡ്രിങ്ക് കഴിഞ്ഞു. ഇതിപ്പോൾ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ആ ഒരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാം. ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ണിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ആലോചിച്ച് മുട്ട അതിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ അതൊന്നും ചെയ്യും. മുട്ട വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കട്ടെ. കെറ്റിലാകുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ മുട്ടയിലോട്ട് ഒഴിച്ചിട്ട് ഇതൊരു 40 മിനിറ്റ്സ് എടുക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നാടൻ ഡിഷിനൊക്കെ തേങ്ങ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പുറത്ത് നട്ട ഒരു ചെടിയുടെ പൂവാണ്. ഇവിടെ ഇങ്ങനെ സ്ക്വിറലിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പം അതിങ്ങനെ ഒടിച്ചിട്ടതാണ്. അപ്പോൾ എനിക്കിങ്ങനെ എടുത്ത് കളയാൻ തോന്നിയില്ല. ഞാനിങ്ങനെ ഫ്ലവർ വാസിൽ
വെള്ളത്തിൽ ഇട്ട് വെക്കാം. മുട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിലൊക്കെ ഇനി മുട്ട വരും. വെള്ളമൊക്കെ മാറ്റി വെച്ചാൽ അത് വിരിയുന്നവരെ അത് നിൽക്കും. അപ്പം ചുട്ടാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇനി കഴിക്കാം. ഇനി ലോൺ വൃത്തിയാക്കണ്ടേ? കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. 3 വീക്സ് ആയില്ലേ? ഇതെല്ലാം വന്നു പോകണം. നല്ല പണിയാണ്. അപ്പോൾ ലോൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തളർന്നു. ഇനി കുറച്ച് വീടൊക്കെ നിൽപ്പുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാമായി. നന്ദു കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാണ്. അവിടെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. പുല്ല് വെട്ടുമ്പോൾ ഉടനെ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് വളരുമെന്നാണ്. പിന്നെ ഞാൻ എൻ്റെ ചെറിയ ഗാർഡൻ കാണിച്ചത് ഇതാണ്. ഇത് മാത്രമേ ഞങ്ങൾ ഇത്തവണ ഫ്ലവേഴ്സൊക്കെ നട്ടിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഇനി കുറച്ച് പർപ്പിൾ മാത്രം ഉള്ളതൊക്കെ ഉണ്ട്. വൈറ്റ് നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റാണ്. പിന്നെ റെഡ് വിരിയുമ്പോൾ നല്ലതായിരിക്കും തോന്നുന്നു. അങ്ങനെ ഇനിയും കുറേ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വിരിയുമ്പോഴത്തേക്ക് നല്ല രസമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ ഭയങ്കര സ്ക്യൂറലും ബണ്ണീസിൻ്റെയും ശല്യമുണ്ട് കേട്ടോ. ഞാനത് കുഴിച്ചിട്ട സമയം തൊട്ട് അത് ഞങ്ങളെല്ലാം തോണ്ടിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗാർഡനിങ് ചെയ്യാത്തത് ഞങ്ങളിങ്ങോട്ട് മാറിയിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പോൾ ഗാർഡനിങ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് ഞങ്ങളിവിടെ ക്ലീൻ ചെയ്തു വിൻ്റർ കഴിഞ്ഞ സമയത്ത്. ഇവിടെയൊക്കെ ഒരു ലാവൻഡറൊക്കെ ഉണ്ടായിരുന്നു, ആ എൻഡിലും ഈ എൻഡിലും ആയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ലാവൻഡർ ആണെന്ന്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി, ഞങ്ങളിതുവരെ കാണാത്ത ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ അതൊക്കെ എടുത്തു തുടങ്ങി. ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ലാവൻഡർ എന്ന് തന്നെ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാം പിഴുതെടുത്തു. അവസാനം മണം വന്നപ്പോൾ മനസ്സിലായി ലാവൻഡർ ആണെന്ന്. തിരിച്ചു വെച്ചു, വെള്ളമൊക്കെ ഒഴിച്ചു. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല, ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ എന്താ കാണിക്കുന്നേ. അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ പുതിയതായിട്ടൊന്നും ഈ വർഷം ചെയ്യുന്നില്ല. അടുത്ത വർഷം സ്പ്രിംഗ് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോൺ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ കഴിഞ്ഞോ? നേരത്തെക്കാട്ടി നല്ല ബെറ്റർ ആയിട്ടില്ലേ? എപ്പോഴും അത് സാധിക്കാറില്ല കേട്ടോ. ഇങ്ങനെ വീക്ക്ലി ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ജോലി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു വെയിൽ കാരണം ഞങ്ങൾ ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിക്കും. വൈകുന്നേരം പിന്നെ വർക്ക് കഴിയുമ്പോഴത്തേക്ക് 2 പേർക്ക് ഒരു മൂഡ് വേണം, നല്ലതൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നടക്കും. ഇത് കുറച്ച് 2 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ക്ലീനിങ്. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തീർത്തു. ഇനി നമുക്ക് വീക്കെൻഡിലാണ് ഞാൻ
ഗ്രോസറി ഒക്കെ മേടിക്കുന്നത്. അതിന് പോകണം. 1 വീക്കിലേക്കാണ് ഞാൻ എപ്പോഴും ഗ്രോസറി ഒക്കെ മേടിക്കാറ്. അപ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവില്ല. ഞാൻ കണക്ക് കൂട്ടി 2 പേർക്കും വേണമെന്ന് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീക്കിലേക്ക് ഒരു മീൽ പ്രപ്പ് നടത്തിയിട്ട് അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ കുളിച്ചിട്ട് നമുക്കൊന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാം. ഓക്കെ, നമുക്കങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാം. നന്ദു ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, കാർ എടുക്കും. നമുക്കപ്പം അവിടെ വെച്ചിട്ടാം. ബൈ ബൈ. എനിക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പണിയാണിത്. ഗ്രോസറിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫുള്ളി തിങ്കിങ്ങിലൊക്കെ ആയിരിക്കും, എന്തൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ. അറിയില്ല, നന്ദു ഷൂട്ട് ചെയ്ത് തരുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കാം. ഓക്കെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇതൊക്കെ കാറിലോട്ട് ലോഡ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കുറച്ച് ലേറ്റായി. ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. നന്ദു ഇവിടെ എന്തോ ചെയ്യുവാണോ, ഞാനൊന്ന് നോക്കട്ടെ. എന്താ നന്ദുവിടെ പരിപാടി? ഓ, ബെഞ്ച് കെട്ടി. അത് ഊരിയെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഗരാജാണിത്. ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കാർ ഇത്തിരി ഞെരുക്കമായിരുന്നു. അപ്പം നന്ദു അതെല്ലാം ഊരിയെടുത്ത് ഇങ്ങനെ പീസാക്കി ഇവിടെ വെച്ചിട്ട് ബെഞ്ചുണ്ടാക്കണ്ടേ? നല്ല ഗ്രീനാണ്. ഇങ്ങനെ സമ്മർ ടൈമിന് നമുക്ക് പുറത്തിറങ്ങാനും, ഇന്നിപ്പോൾ വെയിൽ കുറവാണ്, അതുകൊണ്ട് രസമുണ്ട് ഇങ്ങനെ വെളിയിലിറങ്ങി നിൽക്കാനൊക്കെ. ഓക്കെ, ഞാനൊന്ന് അകത്തോട്ട് പോട്ടെ.
ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ലഞ്ച് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ലേറ്റായി. വലിയൊരു മെനു ഒന്നുമല്ല, ഒരു ദാലും കുറച്ച് മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട്. അപ്പം ദാലും മുരിങ്ങയ്ക്കും ഇട്ട് ഒരു ദാൽ കറി വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ ബീട്രൂട്ട് തോരൻ, പിന്നെ ബ്രിഞ്ചാൾ ഫ്രൈ. ഇതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ 3 കൂടെ ഉണ്ടാക്കി നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. മുരിങ്ങയ്ക്ക് ഇവിടെ ഇന്ത്യൻ ഗ്രോസറീസ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഇന്ത്യൻ അല്ല, ഇത് ശ്രീലങ്കനാണല്ലേ എന്തോ. അപ്പോൾ ദാൽ മുരിങ്ങയ്ക്ക കറിക്ക് ഇത് വലിയ റെസിപ്പിയൊന്നുമല്ല കേട്ടോ. എനിക്കിങ്ങനെ തോന്നുന്നതെല്ലാം ഞാൻ ദാലിടാറുണ്ട്. ചിലപ്പം സ്പിനാച്ച് ഇടും, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മുരിങ്ങയ്ക്ക ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇട്ടതാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ മുരിങ്ങയ്ക്ക വാങ്ങിക്കുമ്പം 1-2 മുരിങ്ങയ്ക്ക ഇട്ട് കറി വയ്ക്കാറുണ്ട്. ഓക്കെ, ഞാൻ വെള്ളം ദാലും ഇപ്പം മുരിങ്ങയ്ക്ക ഉള്ളതുകൊണ്ട് അതിന് വേവ് വേണമെന്നുള്ളത് മുരിങ്ങയ്ക്ക ഉണ്ട്. സാധാരണ ദാലായിരിക്കും ഇടുന്നത്. ബാക്കിയെല്ലാം ഞാൻ വഴറ്റി വെച്ചാൽ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ബീറ്റ്റൂട്ട് ഞാൻ റെഡിയാക്കി. ഇനി അതിനൊന്ന് ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതായിരിക്കുമല്ലോ. മറ്റേ ഗ്രേറ്റർ മതി. വേണ്ട കുടിച്ചോ? നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ദാലും മുരിങ്ങയ്ക്കയും മീൻ. ഇത് സാബ എന്തോ പറഞ്ഞു, ബാസ ഫിഷ്. ഇത് കത്തിരിക്ക വറുത്തത്, പിന്നെ ബീറ്റ്റൂട്ട്. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞതിന് അഡീഷണലായിട്ട് വന്നത്. നന്ദുന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളമ്പുക, കഴിക്കുക. എനിക്ക് വേണം, 2 പീസ് ഉണ്ടല്ലോ. ഇതെന്ത് ചോദ്യം?
കത്തിരിക്ക, വറുത്തതും വരെ പൊട്ടിച്ച എല്ലാം പൊട്ടിയിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ കറി. പിന്നെ വേണം ആ റെഡ് പൂവും ഒടിയാറായി നിൽക്കുകയാണ്. ഭയങ്കര കാറ്റായിരുന്നു. ഓക്കെ, ഇപ്പം എടുക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ലഞ്ച് കഴിക്കാം. മുരിങ്ങക്കത്ത് വെന്ത് പോയി. ഞാൻ ഒരു ദിവസം കൂട്ടി ഇട്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ച് സമയമായി കേട്ടോ. ഒരു 4.5 കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഒന്നുമല്ല, ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ലേറ്റായി. ലേറ്റല്ല, എന്നാലും ഇനിയിപ്പം ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കണമെന്ന്, സൂര്യനൊക്കെ സൺസെറ്റായിട്ട് വെള്ളം ഒഴിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇനി ലോണിലൊന്ന് വെള്ളം ഒഴിക്കണം. വേറെ അങ്ങനെ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. മിക്കവാറും ഇതുകൂടെ നമ്മുടെ വ്ലോഗ് ഇന്നത്തെ അവസാനിക്കും. കട്ട് ചെയ്തത് കാരണം ലോണൊക്കെ കുറച്ചൊന്ന് കളറ് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നു. ആ മുകളിലുള്ളത് നല്ല ഗ്രീൻ ആയിരുന്നു. ഇപ്പം ആ ഗ്രീനൊക്കെ ഒന്ന് പോയി. എനിക്കൊന്ന് വെട്ടിയേണ്ടതായിരിക്കും. പിന്നെ കുറച്ച് വീഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കുറച്ച് ഫെർട്ടിലൈസർ അല്ലല്ലോ, ഈ പെസ്റ്റിസൈഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡ്സിന് മാത്രം ലോണിൽ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. കണ്ടോ, കുറേയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ്ലി ഒരു 2-3 ഡേയ്സ് അതൊന്ന് യൂസ് ചെയ്താൽ ഇതൊക്കെ ഒന്ന് പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ഗ്രാസ് മാത്രമാവും. അപ്പോൾ അതാണ് പരിപാടി. ഫെർട്ടിലൈസർ ഒരു സെറ്റും കൂടെ ചെയ്യണം. അത് കഴിഞ്ഞ് എല്ലായിടത്തും ഒന്ന് വെള്ളം ഒഴിക്കണം. ഇന്ന് ഭയങ്കര വെയിലും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടോ, പൂവൊക്കെ സഹിതം വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നല്ല കളറാട്ടോ. ഓക്കെ, കണ്ടോ, ബ്യൂട്ടിഫുൾ കളറാണ് ഇത്. കുറേ പിങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഒത്തിരി വെറൈറ്റി പിങ്കായിട്ട് തോന്നി. ഇനി വിരിയുമ്പോൾ അറിയില്ല കേട്ടോ ഇത് കണക്ക് തന്നെയാണോ എന്ന്. 2 പിങ്കാണ് അകത്തും ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇനി ഒരു 3 പിങ്കുണ്ട്, റെഡ് ഉണ്ട്. എനിക്കിപ്പോൾ പീച്ചാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ റെഡ് ഒടിഞ്ഞിരിക്കുക. മിക്കവാറും അതൊന്ന് വെട്ടി വെക്കേണ്ടി വരും. ഈ റെഡ് ഇതും ഒടിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് വെട്ടി. എനിക്ക് തോന്നുന്നു വെയിറ്റ് താങ്ങാൻ വയ്യാത്തതാണ്. ഈ മുകളിലത്തെ ടോപ്പും കൂടെ വരുമ്പം റൂട്ടിന് ഇതില്ലാത്തതാണെങ്കിൽ അതങ്ങ് ഒടിഞ്ഞു വീഴുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വെട്ടി ബോസിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ഞാനിപ്പം വെളിയിൽ നിന്ന് പൂക്കളൊന്നും വാങ്ങിയില്ല. വിചാരിച്ചു ഇതിൽ നിന്ന് ഇങ്ങനെ വീഴുകയല്ലേ. ഇത് വാടിയതാണോ എന്തോ അറിയില്ല. മുട്ടായിരുന്നു, നോക്കണം. അപ്പോൾ അതൊക്കെയാണ്. ഇനി ഞാൻ വൈകിക്കുന്നില്ല, ഞാൻ വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പം വെള്ളം ഒഴിച്ചൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ഇതുകൊണ്ട് നമ്മൾ ഈ ചെറിയ വ്ളോഗ് നിർത്താൻ. ഇനി കുറച്ച് ലെങ്തി ആയി പോകുന്നൊരു സംശയം, അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും മാറ്റാനുണ്ടെങ്കിലും ഒക്കെ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.